പണ്ടുകാലത്ത് ചില കുറിച്ച് പറയും നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. നടന്ന് പൂശിന്ന് ആദ്യമായിട്ട് വെക്കുക. പക്ഷെ മുരളീധരൻ ആണായി ജനിച്ച കേരളത്തിന്റെ ഭാഗ്യം. പെണ്ണായിട്ടാണ് ജനിച്ചിരുന്നെങ്കിൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായി മാറുമായിരുന്നു ഇയാൾ. പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ ബൈറ്റുകൾ നിങ്ങളെ ആദ്യം തന്നെ കാണിച്ചത്. സ്ത്രീ പീഡന പരാതി നേരിടുന്ന നടനും MLA-യുമായ മുകേഷിനെതിരെ കെ മുരളീധരൻ പറഞ്ഞ വാക്കുകളും പണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ കെ മുരളീധരനെതിരെ പറഞ്ഞ വാക്കുകളുമാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. ആദ്യം നമുക്ക് കെ മുരളീധരൻ മുകേഷിനെതിരെ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം. മുകേഷ് അഭിനയിച്ച സിനിമാ സെറ്റുകളിൽ നടന്നതൊന്നും പുറത്തു പറയാൻ കൊള്ളുന്നതല്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത്. നടന്റെ മുൻ ഭാര്യമാർ തന്നെ പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുകേഷ് എവിടെയൊക്കെ ഷൂട്ടിന് പോയിട്ടുണ്ടോ അവിടെയൊക്കെ നടന്നത് പറയാൻ ബുദ്ധിമുട്ടാണ്. നടന്ന് പെടുക്കുക എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അതും ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു MLA. മുകേഷിന്റെ ആദ്യ ഭാര്യ ഫേമസ് ആയ ഒരു സിനിമാ നടിയായിരുന്നു. അവരെ ഇന്റർവ്യൂ നടത്തിയത് ഇന്നത്തെ മന്ത്രിയായ വീണ ജോർജ് ആണ്. അന്ന് മുകേഷിന്റെ ഭാര്യ പറഞ്ഞത് ഇയാൾക്ക് സ്ത്രീകളെ കാണുമ്പോൾ ഒരുതരം ഞരമ്പ് രോഗമാണെന്നാണ്. ആദ്യ ഭാര്യ ഡിവോഴ്സ് ചെയ്തു പോയി. സിനിമാ നടിയെ തന്നെ രണ്ടാമതും അദ്ദേഹം വിവാഹം കഴിച്ചു. ആദ്യ ഇലക്ഷന് മത്സരിക്കുമ്പോൾ ഇവരെയും കൊണ്ടാണ് വോട്ട് പിടിക്കാൻ ഇറങ്ങിയത്. ആദ്യ ഭാര്യയുടെ പ്രശ്നം പുറത്തു വരാതിരിക്കാനാണ് രണ്ടാം ഭാര്യയെയും കൂട്ടി ഇലക്ഷന് ഇറങ്ങിയത്. രണ്ടാമത്തെ ഇലക്ഷൻ ആയപ്പോൾ രണ്ടാം ഭാര്യയെയും കാണാനില്ല. ഞാൻ ഈ മനുഷ്യന്റെ കൂടെ ഇല്ലേ എന്ന് പറഞ്ഞ് അവരും പോയി. പിന്നെ ഇലക്ഷൻ സമയമല്ലേ, പ്രശ്നമുണ്ടാക്കേണ്ട എന്ന് വിചാരിച്ച മിണ്ടാതിരുന്നതാണ് എന്നും മുരളീധരൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. എന്നാൽ മുരളീധരന്റെ ഈ ബൈറ്റിനു താഴെ വരുന്ന കമന്റുകൾ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ പറയാൻ കെ മുരളീധരന് എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നാണ്. അതിനാണ് രണ്ടാമത്തെ ബൈറ്റായ രാജ്മോഹൻ ഉണ്ണിത്താന്റെ ബൈറ്റ് കാണിച്ചത്. ആരാണ് ഈ പറയുന്നത് എന്നാണ് കമന്റിൽ ആൾക്കാർ ചോദിക്കുന്നത്. മുരളീധരൻ പണ്ട് KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് പെണ്ണുങ്ങൾ മൂപ്പരുടെ റൂമിൽ പോയാൽ പിന്നെ ആ മുറിയിലേക്ക് ആണുങ്ങൾക്ക് പ്രവേശനം ഇല്ലെന്നാണ് അത്രേ പറഞ്ഞുകൊണ്ടിരുന്നത്. മുരളീധരൻ ഒരു പെണ്ണായിരുന്നുവെങ്കിൽ അറിയപ്പെടുന്ന ഒരു വേശ്യയായിരിക്കുമെന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ നമ്മൾ ആദ്യം കണ്ട ബൈറ്റിൽ പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ആ കമന്റുകളിൽ നിറയുന്നതും. കോഴിക്കോട് നിന്ന് ഒരു പെണ്ണിന്റെ ഒപ്പം പിടിച്ച ഉണ്ണിത്താന്റെ വാക്കുകൾ ഓർക്കുന്നു എന്നാണ് ചിലർ പറയുന്നത്. ഇതിപ്പോ ഷക്കീല കുട്ടികളെ വഴിതെറ്റിക്കുന്നുവെന്ന് സണ്ണി ലിയോൺ പറഞ്ഞ പോലെ എന്നാണ് മറ്റൊരാളുടെ കമന്റ്. KPCC ഓഫീസിൽ വെച്ച് അടച്ചിട്ട മുറിക്കുള്ളിൽ വനിതാ നേതാക്കളുമായി മുരളീധരൻ മണിക്കൂറുകൾ ചർച്ച നടത്തിയ കഥയും ചർച്ച നടത്തി പുറത്തു വന്നപ്പോൾ പൈപ്പിൽ വെള്ളമില്ലാത്തതിൽ ഓഫീസ് ബോയ് ആയ ഡെന്നിസിനോട് മുരളീധരൻ ചൂടായ കഥയും ഇനി മേലാൽ മുരളീധരൻ ചർച്ച നടത്തുമ്പോൾ ബക്കറ്റിൽ വെള്ളം നിറച്ചു വെക്കണമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കഥയും ഒക്കെ ഈ കമന്റുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. മുരളീധരൻ ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്ത് നീക്കിയതിനു ശേഷം അന്യന്റെ കണ്ണിലെ ചെറിയ കരട് നീക്കാൻ പോയാൽ മതി എന്നാണ് ചിലർ പറഞ്ഞു വെക്കുന്നത്. തൃശൂർ രാമനിലയത്തിൽ അറിയപ്പെടുന്ന ഒരു നടിയുമായി മുരളീധരന്റെ ലീലാവിലാസങ്ങൾ ആടിയതിനെ കുറിച്ചും കമന്റുകൾ പറയുന്നുണ്ട്. പഴയകാല കഥകളാണ് അതെല്ലാം എന്നും എല്ലാവരും ഇത് മറന്നു കാണുമെന്നും മുരളീധരന് ഒരു തോന്നലുണ്ടെങ്കിൽ അത് വെറും തോന്നലാണെന്നും കമന്റുകളിലുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വൈകാതെ ഇതൊക്കെ വീണ്ടും പുറത്തു വരുമെന്ന ഭീഷണിയുടെ സ്വരവും നമുക്ക് കമന്റിൽ കാണാൻ സാധിക്കും. പണ്ട് കരുണാകരൻ മുരളീധരന്റെ ഭാര്യയോട് പറഞ്ഞത് ഇവനെ ഒറ്റയ്ക്ക് ക്ലിഫ് ഹൗസിലേക്ക് വിടരുത് എന്നാണത്രേ. കാര്യം മുകേഷ് ചെയ്തത് തെറ്റാണെങ്കിലും അത് പറയേണ്ട രീതി ശരിയായില്ല എന്നാണ് കമന്റുകളിലുള്ള ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്. മുരളീധരന് അതിനുള്ള യോഗ്യത ഇല്ല എന്നും സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ ഒന്നാണ്.